ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1996 റിലീസ് ചെയ്ത തമിഴ് ചിത്രങ്ങളിൽ ഏറ്റവും വലിയ വിജയം നേടിയ ടോപ്പ് 10 ബിഗസ്റ്റ് ഹിറ്റ്സിനെ കുറിച്ചുള്ള വിശകലനങ്ങളാണ്. തമിഴ് സൂപ്പർ താരങ്ങളായ വിജയുടെയും അജിത്തിന്റെയും കരിയറിൽ ഏറെ നിർണായകമായ ഒരു വർഷമായിരുന്നു 1996 കടന്നുപോയത്. കൂടാതെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ആദ്യമായി ഒരു ചിത്രം പോലും റിലീസ് ചെയ്യാത്ത ഒരു വർഷം കൂടിയായിരുന്നു 96. തമിഴ് സിനിമ പുതിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ച 1996 ഏതൊക്കെ ചിത്രങ്ങളാണ് ഏറ്റവും വലിയ വിജയം നേടി ടോപ്പ് 10 ഇടം പിടിച്ചതെന്ന് നമുക്ക് നോക്കാം. 1996 ടോപ്പ് 10 തമിഴ് ഹിറ്റ്സിൽ നമ്പർ 10 ഗോപാല ഗോപാല. പാണ്ഡ്യരാജനും ഖുശ്ബുവും പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രം കോമഡി ഫാമിലി ഡ്രാമ കാറ്റഗറിയിൽ പെടുത്താവുന്ന ചിത്രമാണ്. 2000 റിലീസ് ചെയ്ത ദിലീപ് ചിത്രമായ മിസ്റ്റർ ബട്ട്ലർ ഗോപാല ഗോപാല എന്ന ചിത്രത്തിന്റെ റീമേക്കാണ്. പാണ്ഡ്യരാജൻ തന്നെ സംവിധാനം ചെയ്ത ഡിസംബർ 6 തിയേറ്ററുകളിലെത്തിയ ഗോപാല ഗോപാല കോമഡി ചിത്രം എന്ന പേരിൽ മികച്ച പ്രതികരണം നേടിയെടുക്കുക വഴി ബോക്സ് ഓഫീസിൽ നല്ല പ്രതികരണമായിരുന്നു ലഭിച്ചത്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി വിജയിച്ച് ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്ത ചിത്രമായിരുന്നു ഗോപാല ഗോപാല. മണിവണ്ണൻ, ജനകരാജ്, ചിത്ര, അഞ്ജു തുടങ്ങിയവരും പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രം പ്രമുഖ കേന്ദ്രങ്ങളിലൊക്കെയും 100 ദിവസത്തിന് മുകളിൽ പ്രദർശിപ്പിച്ചു. റോജ കമ്പൈൻസ് നിർമ്മിച്ച ഈ ചിത്രത്തിന് സംഗീത സംവിധാനം ദേവയായിരുന്നു നിർവഹിച്ചത്. 96 തമിഴ് ടോപ്പ് 10 ഹിറ്റ്സിൽ നമ്പർ 9 കാർത്തിക് നായകനായി എത്തിയ ഗോകുലത്തിൽ സീതൈ. ദീപാവലിയോടനുബന്ധിച്ച് നവംബർ 10 തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം ഒരു റൊമാന്റിക് ഡ്രാമ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. അഗത്യൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ സുലക്ഷ്മി ആയിരുന്നു നായിക. കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്ത ഈ ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ 100 ദിവസത്തിന് മുകളിൽ പ്രദർശിപ്പിച്ചു. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ വിജയം കൈവരിച്ച് ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്ത ചിത്രമായിരുന്നു ഗോകുലത്തിൽ സീതൈ. മേക്കേഴ്സ് നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം ദേവയായിരുന്നു നിർവഹിച്ചത്. മണിവണ്ണൻ, കരൺ, സുവർണ മാത്യു എന്നിവരും ഈ ചിത്രത്തിലെ മറ്റു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. 96 തമിഴ് ടോപ്പ് 10 ഹിറ്റ്സിൽ നമ്പർ 8 കാർത്തിക് തന്നെ നായകനായി എത്തിയ മേട്ടുക്കുടി. സുന്ദർ സി സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു കോമഡി ഫാമിലി ഡ്രാമ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. നഗമ നായികയായി എത്തിയ ഈ ചിത്രത്തിൽ കൗണ്ടമണിയും പ്രധാനപ്പെട്ട ഒരു വേഷത്തിലെത്തി. മോഹൻലാലിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ ഹിസ്സൈനസ് അബ്ദുള്ളയുടെ കഥാതന്തുവിൽ നിന്ന് കടം കൊണ്ടെടുത്ത ഈ ചിത്രം മികച്ച പ്രതികരണമായിരുന്നു തമിഴ്നാട്ടിൽ നേടിയത്. അതുകൊണ്ട് തന്നെ നല്ല മൗത്ത് പബ്ലിസിറ്റിയിലൂടെ തരക്കേടില്ലാത്ത കളക്ഷൻ നേടിയെടുത്ത ഈ ചിത്രം സാമ്പത്തികമായ വിജയം കൈവരിച്ചു. ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്ത ഈ ചിത്രത്തിന്റെ എല്ലാ പാട്ടുകളും അക്കാലത്ത് തരംഗമായിരുന്നു. ശില്പിയായിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. ഗംഗാഗോരി പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഈ ചിത്രത്തിൽ ജമിനി ഗണേശൻ, തിലകൻ, രാജീവ് തുടങ്ങിയവരും മറ്റു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ആഗസ്റ്റ് 29 ഈ ചിത്രം റിലീസ് ചെയ്തത്. 96 ടോപ്പ് 10 ഹിറ്റ്സിൽ നമ്പർ 7 KT കുഞ്ഞുമോന്റെ കാതൽ ദേശം. വിനീതും അബ്ബാസും തബുവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രം ഓണത്തിനോടനുബന്ധിച്ചാണ് തമിഴ്നാട്ടിലും കേരളത്തിലും ഓഗസ്റ്റ് 23 റിലീസ് ചെയ്തത്. AR റഹ്മാന്റെ മാസ്മരിക സംഗീതം കൊണ്ട് തന്നെ റിലീസിന് മുന്നേ പ്രശസ്തി നേടിയെടുത്ത ഈ ചിത്രം ഗംഭീര കളക്ഷനും അതിനൊത്ത ഹൈപ്പും നേടിയെടുത്ത് ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയമാണ് അക്കാലത്ത് കരസ്ഥമാക്കിയത്. കതിർ സംവിധാനം ചെയ്ത ഈ യൂത്തിന്റെ ഇടയിൽ മികച്ച പ്രതികരണമായിരുന്നു അക്കാലത്ത് നേടിയത്. കേരളത്തിലും മികച്ച വിജയം കൈവരിച്ച കാതൽ ദേശം തമിഴ്നാട്ടിൽ 100 ദിവസത്തിന് മുകളിലാണ് പ്രദർശിപ്പിച്ചത്. SP ബാലസുബ്രഹ്മണ്യം, ശ്രീവിദ്യ, വടിവേലു, ചിന്നി ജയൻ തുടങ്ങിയവരും ഈ ചിത്രത്തിന്റെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. AR റഹ്മാന്റെ പോപ്പുലർ ഗാനങ്ങൾ തന്നെയാണ് ഈ ചിത്രത്തിന്റെ വിജയത്തിന്റെ പ്രധാനപ്പെട്ട ഘടകം. 96 ടോപ്പ് 10 തമിഴ് ഹിറ്റ്സിൽ നമ്പർ 6 പാണ്ഡ്യരാജൻ നായകനായി എത്തിയ കാലം മാറിപ്പോച്ച്. കോമഡി ഫാമിലി എന്റർടൈനർ കാറ്റഗറിയിൽ പെടുത്താവുന്ന ഈ ചിത്രം ഏപ്രിൽ 13 റിലീസ് ചെയ്തിരുന്നത്. ഈ ചിത്രത്തിന്റെ മലയാള റീമേക്ക് ആയിരുന്നു 97 പുറത്തിറങ്ങിയ അർജുനൻ പിള്ളയും 5 മക്കളും. സംഗീത നായികയായി എത്തിയ ഈ ചിത്രത്തിൽ വടിവേലു, കോവേ സരള, രേഖ തുടങ്ങിയവരും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. തമിഴ്നാട്ടിലെ പ്രമുഖ കേന്ദ്രങ്ങളിൽ 175 ദിവസത്തിനോടനുബന്ധിച്ച് പ്രദർശിപ്പിച്ച് സൂപ്പർ ഹിറ്റ് വിജയം കൈവരിച്ച ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം ദേവയായിരുന്നു നിർവഹിച്ചത്. 96 ടോപ്പ് 10 ഹിറ്റ്സിൽ നമ്പർ 5 കമൽഹാസൻ നായകനായി എത്തിയ ഔവൈ ഷൺമുഖി. കമൽഹാസൻ ഒരേ സമയം നായകനായും ഔവൈ ഷൺമുഖി എന്ന സ്ത്രീ കഥാപാത്രമായും അരങ്ങ് തകർത്ത ഈ ചിത്രം KS രവികുമാർ ആയിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. ദീപാവലിയോടനുബന്ധിച്ച് നവംബർ 10 തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം ഒരു ഫാമിലി കോമഡി എന്റർടൈനർ ആയിരുന്നു. ഹോളിവുഡ് ചിത്രമായ മിസസ് ഡൗട്ട്ഫെയർ എന്ന ചിത്രത്തിന്റെ കഥാതന്തുവിൽ നിന്ന് കടമെടുത്ത ഈ ചിത്രത്തിൽ മീനയായിരുന്നു നായിക.
എല്ലാവിധ പ്രേക്ഷകരെയും ഒരേപോലെ തൃപ്തിപ്പെടുത്തിയ ഔവൈ ഷൺമുഖി അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലും കേരളത്തിലും ഒരേപോലെ വമ്പൻ വിജയമാണ് കൈവരിച്ചത്. 100 ദിവസത്തിന് മുകളിൽ പ്രദർശിപ്പിച്ച് സൂപ്പർ ഹിറ്റ് വിജയം കൈവരിച്ച ഈ ചിത്രത്തിൽ ജെമിനി ഗണേശനും ഹീരയും മറ്റു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ദേവ സംഗീത സംവിധാനം നിർവഹിച്ച മികച്ച ഗാനങ്ങളും ചിത്രത്തിന്റെ വിജയത്തിന് മുതൽക്കൂട്ടായി. നിരൂപക ശ്രദ്ധയും പ്രേക്ഷക ശ്രദ്ധയും ഒരേപോലെ നേടിയെടുത്ത ചിത്രമായിരുന്നു ഔവൈ ഷൺമുഖി. 96 ടോപ്പ് 10 തമിഴ് ഹിറ്റ്സിൽ നമ്പർ 4 കാർത്തിക് നായകനായി എത്തിയ ഉള്ളത്തെ അള്ളിത്ത. പൊങ്കലിനോടനുബന്ധിച്ച് ജനുവരി 15-ാം തീയതി തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം യാതൊരു മുൻവിധികളുമില്ലാതെയായിരുന്നു തിയേറ്ററുകളിലെത്തിയിരുന്നത്. എന്നാൽ ഷിർപ്പിയുടെ സംഗീത സംവിധാനത്തിലൊരുങ്ങിയ മികച്ച ഗാനങ്ങളുടെ പോപ്പുലാരിറ്റി കാരണം വേർഡ് ഓഫ് മൗത്തിന്റെ പിൻബലത്തിൽ ഉള്ളത്തെ അള്ളിത്ത മികച്ച വിജയമായിരുന്നു അക്കാലത്ത് നേടിയെടുത്തത്. അഴകിയ ലൈല എന്ന ഒരൊറ്റ ഗാനം കൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ പോപ്പുലറായ രംഭ നായികയായി എത്തിയ ഈ ചിത്രത്തിൽ കൗണ്ടമണിയും പ്രധാനപ്പെട്ട വേഷത്തിലെത്തിയിരുന്നു. സുന്ദർ സി സംവിധാനം ചെയ്ത ഈ ചിത്രം ഗംഗാഗൗരി പ്രൊഡക്ഷൻസ് ആയിരുന്നു നിർമ്മിച്ചിരുന്നത്. മണിവണ്ണൻ, സെന്തിൽ, ജ്യോതിമീന തുടങ്ങിയവരും പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിന്റെ വിജയം കാർത്തിക്കിന് കരിയറിൽ ഏറെ നിർണായകമായി. പ്രമുഖ കേന്ദ്രങ്ങളിലൊക്കെയും 150 ദിവസത്തിനു മുകളിൽ പ്രദർശിപ്പിച്ച് സൂപ്പർ ഹിറ്റ് വിജയമാണ് ഉള്ളത്തെ അള്ളിത്ത അക്കാലത്ത് നേടിയെടുത്തത്. 96 ടോപ്പ് 10 തമിഴ് ഹിറ്റ്സിൽ നമ്പർ 3 വിജയ് നായകനായി എത്തിയ പൂവേ ഉനക്കാകെ. വിജയുടെ കരിയറിൽ തന്നെ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ചിത്രമായിരുന്നു പൂവേ ഉനക്കാകെ. വിക്രമൻ സംവിധാനം ചെയ്ത ഈ റൊമാൻറ്റിക് ഫാമിലി എന്റർടൈനർ ചിത്രം ഫെബ്രുവരി 15-നായിരുന്നു തിയേറ്ററുകളിലെത്തിയിരുന്നത്. സംഗീതയും മലയാളിയായ അഞ്ജു അരവിന്ദും നായികമാരായി എത്തിയ ഈ ചിത്രം മികച്ച മൗത്ത് പബ്ലിസിറ്റിയുടെ പിൻബലത്തിൽ തമിഴ്നാട്ടിൽ വമ്പൻ വിജയമാണ് കൈവരിച്ചത്. റിലീസ് സെന്ററുകളിൽ 250 ദിവസത്തിന് മുകളിൽ പ്രദർശിപ്പിച്ച ഈ ചിത്രം വിജയുടെ കരിയർ തന്നെ മാറ്റാൻ കാരണമായ ഒരു ചിത്രമായിരുന്നു. എസ്.എ. രാജ്കുമാർ സംഗീത സംവിധാനം നിർവഹിച്ച നിരവധി സൂപ്പർ ഹിറ്റ് ഗാനങ്ങളും ചിത്രത്തിന്റെ വമ്പൻ വിജയത്തിന് മാറ്റുകൂട്ടി. പൂവേ ഉനക്കാകെ അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് ആണ് നേടിയെടുത്തത്. 96 ടോപ്പ് 10 തമിഴ് ഹിറ്റ്സിൽ നമ്പർ 2 അജിത് നായകനായി എത്തിയ കാതൽ കോട്ടെ. റൊമാൻറ്റിക് ഡ്രാമ കാറ്റഗറിയിൽ പെടുത്താവുന്ന ഈ ചിത്രം ജൂലൈ 12-നായിരുന്നു റിലീസ് ചെയ്തിരുന്നത്. അഗത്യൻ സംവിധാനം ചെയ്ത ഈ ചിത്രം അതുവരെ തമിഴ് സിനിമയിൽ ആരും പറയാത്ത ഒരു പ്രണയകഥ വളരെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ് കാതൽ കോട്ടെ എന്ന ചിത്രം നേടിയ വൻ വിജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. ദേവയാനി നായികയായെത്തിയ ഈ ചിത്രത്തിൽ ഹീരയും സപ്പോർട്ടിംഗ് റോളിൽ എത്തിയിരുന്നു. അജിത് കുമാറിന്റെ കരിയറിൽ തന്നെ അതുവരെയുള്ള ഏറ്റവും വലിയ വമ്പൻ വിജയ ചിത്രമായി മാറിയ കാതൽ കോട്ടെ റിലീസ് സെന്ററുകളിൽ 250 ദിവസത്തിന് മുകളിൽ പ്രദർശിപ്പിച്ച് സിൽവർ ജൂബിലി ആഘോഷിച്ച ചിത്രം കൂടിയാണ്. അതുകൊണ്ട് തന്നെ 96-ൽ ഈ ചിത്രത്തിന് ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് ആയിരുന്നു നേടിയെടുക്കാൻ കഴിഞ്ഞത്. ദേവ സംഗീത സംവിധാനം നിർവഹിച്ച സൂപ്പർ ഹിറ്റ് ഗാനങ്ങളും ചിത്രത്തിന് ഏറെ മുതൽക്കൂട്ടായി. തലൈവാസൽ വിജയ്, കരൺ, രാജീവ് തുടങ്ങിയവരും മികച്ച അഭിനയം കാഴ്ചവെച്ച ചിത്രമായിരുന്നു കാതൽ കോട്ടെ. 96 ടോപ്പ് 10 തമിഴ് ഹിറ്റ്സിൽ നമ്പർ 1 കമൽഹാസൻ ശങ്കർ ടീമിന്റെ ബ്രഹ്മാണ്ഡ ചിത്രം ഇന്ത്യൻ. മെഗാ ഹിറ്റ് സംവിധായകനായ ശങ്കറിന്റെ മൂന്നാമത്തെ ചിത്രമായ ഇന്ത്യൻ കമൽഹാസന്റെ കരിയറിലെ തന്നെ മികച്ചൊരു ചിത്രമായിരുന്നു. സൂര്യ സിനിയാർട്സിന്റെ ബാനറിൽ AM രത്നം നിർമ്മിച്ച ഈ ചിത്രം തമിഴ്നാട്ടെ പോലെ തന്നെ കേരളത്തിലും ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് നേടിയെടുത്തത്. മനീഷ കൊയ്രാളയും ഊർമിളയും നായികമാരായെത്തിയ ഈ ചിത്രത്തിൽ സുകന്യ, നെടുമുടി വേണു, കൗണ്ടമണി, സെന്തിൽ തുടങ്ങി വമ്പൻ താരനിര തന്നെ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തും എറണാകുളത്തും 100 ദിവസത്തിന് മുകളിൽ പ്രദർശിപ്പിച്ച ഇന്ത്യൻ AR റഹ്മാന്റെ മാസ്മരിക സംഗീതം കൊണ്ടും ഏറെ ശ്രദ്ധ നേടി. കമലഹാസൻ സേനാപതി എന്ന വൃദ്ധനായ കഥാപാത്രത്തെ വളരെ തന്മയത്തോടെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ ഇരട്ട വേഷത്തിലായിരുന്നു താരമെത്തിയിരുന്നത്. കേരളത്തിൽ ABC സെന്ററുകൾ എന്ന വ്യത്യാസമില്ലാതെ എല്ലാ സെന്ററുകളിലും വമ്പൻ വിജയം കരസ്ഥമാക്കിയ തമിഴ് ചിത്രമായിരുന്നു ഇന്ത്യൻ. ആകെ സമ്മറി നോക്കുമ്പോൾ ടോപ്പ് 10 ഹിറ്റ്സിൽ ഇന്ത്യൻ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററായി മാറിയപ്പോൾ പൂവേ ഉനക്കാകെ, കാതൽ കോട്ടെ എന്നീ ചിത്രങ്ങൾ ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് നേടി. ഔവൈ ഷൺമുഖി, ഉള്ളത്തെ അള്ളിത്ത, കാലം മാറിപ്പോച്ച് എന്നീ ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയപ്പോൾ ബാക്കിയുള്ള ചിത്രങ്ങളും ഹിറ്റ് സ്റ്റാറ്റസ് നേടി. ടോപ്പ് 10-ൽ കമൽഹാസന്റെ 2 ചിത്രങ്ങൾ ഇടം പിടിച്ചപ്പോൾ കാർത്തിക്കിന്റെ 3 ചിത്രങ്ങളും പാണ്ഡ്യരാജന്റെ 2 ചിത്രങ്ങളും ഇടം പിടിച്ചു. കൂടാതെ സംഗീത സംവിധാനം നോക്കുകയാണെങ്കിൽ
ടോപ്പ് 10-ലെ 5 ചിത്രങ്ങൾക്ക് ദേവ സംഗീത സംവിധാനം നിർവഹിച്ചപ്പോൾ 2 ചിത്രങ്ങൾക്ക് റഹ്മാൻ സംഗീത സംവിധാനം നിർവഹിച്ചു, 2 ചിത്രങ്ങൾക്ക് ഷിർപി സംഗീത സംവിധാനം നിർവഹിച്ചു. എസ്.എ. രാജ്കുമാറിന് ഒരു ചിത്രമുണ്ടായിരുന്നു. ഇത്രയുമാണ് 96-ലെ ടോപ്പ് 10 തമിഴ് ബിഗ്ഗസ്റ്റ് ഹിറ്റ്സിനെ കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.